Hi, welcome to Saji's Innovations. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ കൊണ്ടുള്ളൊരു സ്പെഷ്യൽ ഐറ്റമാണ്, അതായത് മട്ടൺ റോസ്റ്റ്. മട്ടൺ കൊണ്ടുള്ള 2 ഐറ്റംസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. അമ്മയും ഞാനും കൂടി ചേർന്നൊരു മട്ടൺ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ മട്ടൺ സ്റ്റൂ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അതും എല്ലാവരും കാണുക. നമുക്ക് ഇന്ന് ഉണ്ടാക്കേണ്ടത് മട്ടൺ റോസ്റ്റാണ്. അധികം താമസിയാതെ നമുക്ക് അങ്ങോട്ട് കിടക്കാം, എന്തൊക്കെയാണെന്ന് നോക്കാം. സോ മട്ടൺ റോസ്റ്റ് ഞാൻ മെയിൻലി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. മിക്കവാറും എല്ലാ ഐറ്റംസും കുക്കറിലാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മട്ടൺ റോസ്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഐറ്റംസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. തൽക്കാലം ആദ്യം ഉപയോഗിക്കുന്ന ഐറ്റംസ് വെച്ചിരിക്കുന്നത് ഒരു 20 അല്ലിയോളം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇടണം. സോ ഇത്രയും ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇത് അത്രയും മിക്സിക്ക് ചതച്ചപ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഒന്നായിട്ട് നമ്മൾ 1 കിലോ മട്ടനാണ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഞാനൊരു കുക്കർ എടുക്കുകയാണ്. പ്രഷർ കുക്കറിലാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. കുക്കറിലേക്ക് ഈ മട്ടനെ ഞാൻ ആദ്യം ഇടുകയാണ്. 1 കിലോ മട്ടനാണ് കേട്ടോ. ഇട്ടിട്ട് ഈ നമ്മളിപ്പോൾ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകില്ലേ, അതിൻ്റെ പകുതി ഇതിലേക്ക് ഇടുക. പകുതി നമ്മൾ പിന്നെ ഇടും കേട്ടോ. പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂണാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറുമാണ്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അര ടേബിൾ സ്പൂൺ കൂടെ സാധാ മുളക് പൊടി ഇട്ടാൽ മതി. നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഇടുക കേട്ടോ. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടുകയാണ്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ ഗരം മസാല ഇടുന്നു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകം എന്ന് പറയല്ലേ, അതിൻ്റെ പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 30 അല്ലി ചെറിയ ഉള്ളി, അത് മുഴുവനോടെ തന്നെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ നീര്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്. ഇത്രയും ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് നടക്കുക കേട്ടോ. കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ ചെയ്യുക. ഞാൻ യൂഷ്വലി എല്ലാം കൈകൊണ്ടാണ് ചെയ്യുക. സോ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു മണിക്കൂർ ഇതിങ്ങനെ വെക്കുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഇനി ഒത്തിരി സമയം കിട്ടില്ലെങ്കിൽ നേരിട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിതിൽ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. വെള്ളം വേണമെന്നുള്ളത് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിൽ വെള്ളമുണ്ട്, വെള്ളം ഇറങ്ങിക്കോളും. 1 മണിക്കൂർ. സോ ഞാൻ യൂഷ്വലി പറയുന്ന പോലെ ഇന്ന് ഞങ്ങളുടെ ഡിന്നർ വിഭവമാണ് ഈ മട്ടൺ. അപ്പം ഞങ്ങൾ ഇതിന്ന് കഴിക്കാൻ പോകുന്നത് ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ കൂടിയാണ്. ആ ഒരു ബ്രേക്കിൽ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ മട്ടൺ 1 മണിക്കൂർ കറക്റ്റ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് പെട്ടെന്നെല്ലാം ക്ലീനാക്കി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. അപ്പോൾ ഇനി ഒരു 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 5 വിസിൽ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ കേട്ടോ. അതായത് മട്ടൺ ഒത്തിരി വേവില്ല, എന്നാൽ നിങ്ങളുടെ കിട്ടുന്ന മട്ടൻ്റെ വേവ് അനുസരിച്ച് മാറ്റി കൊടുക്കുക. കാരണം ഒരു 90% വെന്താൽ മതി. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. സോ 5 വിസിൽ കേട്ടോ. നമുക്ക് പിന്നെ കാണാം. അപ്പോൾ മട്ടൺ ഇപ്പോൾ ഒരു 5 വിസിൽ വെന്തിട്ടുണ്ട് കേട്ടോ. യെസ്, അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിരുന്നില്ല. സോ ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, ഓപ്ഷണലാണ്. പക്ഷേ ഇത് ഈ മട്ടൺ റോസ്റ്റിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സോ തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇത്രയും ആകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ചതച്ചത് ബാക്കി വെച്ചല്ലോ, അതിട്ട് കൊടുക്കാം. ഇവിടെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 2 സവാള കേട്ടോ, 2 സവാള ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചധികം കറിവേപ്പില ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. സവാള ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് നമ്മൾ വെച്ച മട്ടൺ കൊടുക്കാം. ആ മൊത്തം ഗ്രേവിയോട് തന്നെ ഒഴിച്ചു കൊടുക്കുക. മട്ടൺ 5 വയസ്സിൽ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഞാൻ നോക്കിയായിരുന്നു. യെസ്, ഇവിടെ മട്ടൺ മസാല എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. 5 മിനിറ്റ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ നമ്മുടെ മട്ടൺ വെന്തിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഈ സമയം നമ്മളിതിലേക്ക് ഒരു ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ ആഡ് ചെയ്യുമ്പോൾ പുളി നോക്കിയതിന് ശേഷം ആഡ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഒരു നാരങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ടൊമാറ്റോ പുളി കുറഞ്ഞ ടൊമാറ്റോ ആണ്, അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഒന്നും കൂടെ വറ്റിച്ചെടുക്കണം ഈ ഗ്രേവി കേട്ടോ. കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കുക അതുപോലെ. നമ്മുടെ മട്ടൺ റോസ്റ്റ് കണ്ടോ, മസാലയൊക്കെ ഒന്നും കൂടെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ഗ്രേവി വേണോ അത് വരുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യുക. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിലും മതി. കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറോ എന്തെങ്കിലും ഇത്തിരി കട്ടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഒഴിക്കുമ്പോൾ കേട്ടോ. ഫ്ലെയിം പരമാവധി കുറച്ച് കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചാൽ. യെസ്, കറിയുടെ മൊത്തം ലുക്ക് തന്നെ മാറി കണ്ടോ. ഇനി നമ്മളൊരു കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ആകുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ മട്ടൺ റോസ്റ്റ് കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയിലേക്ക് ആഡ് ചെയ്യണേ. നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഉപ്പ് നോക്കി കറക്റ്റാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട്. നമുക്ക് ഈ മട്ടൺ റോസ്റ്റും ഇടിയപ്പമൊക്കെ ചേർത്ത് ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ ടൈമാണ്. ഇന്ന് എൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ ചെറിയ മോൻ കൂടെ ഉണ്ട്. ഹായ് പറഞ്ഞടാ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നൂൽപുട്ട്, മട്ടൺ റോസ്റ്റ്, പിന്നെ കട്ടൻ ചായ ഉണ്ട്, പിന്നെ സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ വേണ്ട, എന്തായാലും ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം മോന്. ഇവൻ മട്ടൻ്റെ ആളാട്ടോ. ഞാൻ കൊടുക്കട്ടെ. സ്റ്റാർട്ട്. മട്ടൺ കഴിയും. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ്. ഈ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല പറഞ്ഞിരിക്കണേ, മോനും പറഞ്ഞിരിക്കുകയാണ്. സൂപ്പർ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.